नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നും 2ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആരാണ് ഈ മൊത്തം ഭഗവത്ഗീതയും ആദ്യത്തെ ശ്ലോകം ആരാണ് പറയുന്നത്? ധൃതരാഷ്ട്ര. Very good. So that is the first verse of Bhagavad Gita. Who spoke that verse? Dhritarashtra. But Dhritarashtra spoke to whom? Sanjaya. Yeah, Sanjaya is narrating everything. Sanjaya എല്ലാം പറയുകയാണ്. അപ്പോൾ അർജുനന്റെ വാക്കുകൾ ഇതുവരെ നമ്മൾ കേട്ടു. അർജുനന്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? അർജുനൻ പറയുന്നു, എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഡ്രൈ ആയി പോവുകയാണ്, എനിക്കിനി യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ ത്യജിക്കുകയാണ്, കൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഉടനെ തന്നെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആകുന്നത്? പിന്നെയും രാജ്യത്തിന്റെ അകത്ത് ധൃതരാഷ്ട്രന്റെ കൂടെ ഇരിക്കുന്ന സഞ്ജയന്റെ അടുത്താണ്. അപ്പോൾ സഞ്ജയൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ശ്ലോകം. ഇതിൽ കുറെ കരുത്തുക്കളുണ്ട്, അത് നമ്മൾ എല്ലാവരും നോക്കാം. ആദ്യം നമ്മൾ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇതിൽ ഭഗവാന്റെ പേര് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അർജുനനും മറ്റുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥവും നമ്മൾ നോക്കേണ്ടതാണ്. സഞ്ജയോ വാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ നയോത്സൈതി ഗോവിന്ദ മുക്ത്വാം തുഷ്ണീം ബഭൂവഃ. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഭാവാർത്ഥം: അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കണം. എന്നാൽ സഞ്ജയം അദ്ദേഹത്തെ പരന്തപ ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി. കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വൃഥ ദുഃഖത്തിനടിമപ്പെട്ടുവെങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യനെ പോലെ ശരണം പ്രാപിച്ചു. കുടുംബസ്നേഹം മൂലം ഉളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി അർജുനൻ നിശ്ചയമായും യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അർജുനൻ കൃഷ്ണന്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുമെന്നതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് നൈരാശ്യത്തിനെ വഴിയുള്ളൂ. അപ്പോൾ ഈ ശ്ലോകം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് അർജുനൻ അദ്ദേഹത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ ത്യജിച്ചിട്ട് എന്ത് പറയുന്നു? ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യില്ല. അത് മാത്രമല്ല, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് അർജുനൻ ചെയ്യുന്നത്? ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴാണ് നമ്മൾ ചെറിയ ശബ്ദങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഒന്നും പറയാതിരിക്കുന്നത്? ഏതവസ്ഥയിലാണ്? ദുഃഖമുള്ളപ്പോ, when we are sad, ഏറ്റവും നിരാശനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആരിപ്പോൾ? അർജുനൻ. അപ്പോൾ നിരാശനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രീകരണം എന്താണ് വരുന്നത്? വീക്കാണ് അല്ലെ, അത്രയും സശക്തനല്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രന് വലിയ സന്തോഷം. ധൃതരാഷ്ട്ര is very happy that Arjuna is now weak. ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ജയിക്കാൻ ആരായിരുന്നു? അർജുനൻ. അർജുനന്റെ കയ്യിൽ ഗാണ്ഡീവമുള്ള സമയം വരെ കൗരവന്മാർക്ക് ജയിക്കാൻ ഇമ്പോസിബിൾ ആണ്. എന്തുകൊണ്ട്? അത്രയും സശക്തനായും അത്രയും പ്രസിദ്ധനായിട്ട് ഒരു യുദ്ധശൈലിയിൽ നിൽക്കുന്ന ഒരു പോരാളിയാണ് ആര്? അർജുനൻ. ഒരു പോരാട്ടം എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ പിന്മാറാത്ത ഒരു യുദ്ധനായകനാണ് അർജുനൻ. ഹി വിൽ നെവർ go away from the battlefield. He will always fight. പക്ഷെ അങ്ങനത്തെ ഒരു ഹീറോ എന്താണ് പറയുന്നത്? എന്നെ കൊണ്ട് വയ്യ. അപ്പൊ ഇതൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് തന്നെയാണ്.
ജനറലി ക്ലൈമാക്സ് എവിടെയാണ് വരുന്നത്? എൻഡിലാണ്. ഇവിടെയോ ആദ്യം തന്നെയാണ്. ഏറ്റവും സശക്തനായിട്ടുള്ള അർജുനൻ പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യില്ല. ആരുടെ അടുത്ത് പറയുന്നു? ഗോവിന്ദമുക്ത്വ, ഗോവിന്ദ എന്ന് പറയുന്നു. ഇവിടെ ഓരോരോ ശബ്ദം, ഓരോരോ പേരുകൾ കൃഷ്ണന് കൊടുത്തിരിക്കുന്നതും അർജുനന് കൊടുത്തിരിക്കുന്നതും വളരെ ഗുഹ്യമായിട്ടുള്ള അതിന്റെ അർത്ഥങ്ങളുണ്ട്. ആരാണ് ഈ ശ്ലോകം പറയുന്നത്? സഞ്ജയനാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സഞ്ജയ് ഉവാച ഗോവിന്ദമുക്ത്വ, ഗോവിന്ദ ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറയുന്നു. ഈ ഗോവിന്ദ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അച്യുത എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, കൃഷ്ണ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, മധുസൂദന എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, അരിസൂദന എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഗോപാല എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കാമായിരുന്നല്ലോ. കൃഷ്ണ കൂടെ അർജുന കൂടെ യൂസ്ഡ് ഓൾ ദീസ് വേഴ്സസ്. അതെന്താ ഗോവിന്ദനെ വിളിച്ചത്? ഗോവിന്ദ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കൃഷ്ണനെ ഗോവിന്ദ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗോവിന്ദ? പ്ലഷർ ആൻഡ് ഗിവർ ഓഫ് പ്ലഷർ ടു സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിന് സുഖം കൊടുക്കുന്നത് ആരാണ്? സന്തോഷം കൊടുക്കുന്നത് ആരാണ്? കൃഷ്ണൻ. ഗോ എന്ന് പറഞ്ഞാൽ പശുവാണോ? ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണോ? രണ്ടുമുണ്ട്. एक ही शब्द में दो अर्थ है, गाय भी है और ഇന്ദ്രിയ ബി ഹെ. പശുക്കൾ വെച്ചാൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോകുലിനെ സന്തോഷം കൊടുക്കുന്ന കൃഷ്ണൻ, ഗോവിന്ദ. ഈ സാഹചര്യത്തിൽ ഗോവിന്ദ എന്താണ് പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്? അൺടു കൃഷ്ണ, ദ ഗിവർ ഓർ പ്ലഷർ ഓഫ് ദ സെൻസസ്. എന്തുകൊണ്ടാണ് ഗോവിന്ദ എന്ന് വിളിച്ചത്? ഇതിന് നമ്മൾ മുമ്പത്തെ ശ്ലോകം നോക്കണം. ഈ ശ്ലോകത്തിൽ എന്താണ് വന്നിരിക്കുന്നത്? അതിന്റെ പിറകിൽ ശ്ലോകത്തിൽ അതിന്റെ ഹിസ്റ്ററി എന്താണ്? വാട്ട് ഡിഡ് അർജുന സേ? മൈ സെൻസസ് ആർ ഓൾ ഡ്രൈഡ് അപ്പ്. ഡ്രൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടോ അതിൽ? അപ്പൊ സന്തോഷം കൊടുക്കുന്നത് ആരാണ്? ഗോവിന്ദ. അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഡ്രൈ ആയി പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ സന്തോഷം കൊടുക്കുന്നത് ആരാണ്? കൃഷ്ണ. യുവർ നെയിം ഈസ് ഗോവിന്ദ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ എന്ത് പറയുന്നത്? നോൺ വെർബൽസ് എന്ന് പറയും. ഇതിൽ വെർബൽസും നോൺ വെർബൽ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആംഗിക ഭാഷയിൽ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നും നമ്മുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമ്മൾ കാണിക്കുന്നത് മറ്റൊന്നുമാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് കൂടുതൽ എന്താണ്? ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നോൺ വെർബൽസ് എന്ന് പറയുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിച്ചിട്ടില്ല. ജോ ഹംനെ നഹീ കഹാ ഹൈ, ഹമാരെ ശാരീരിക് രൂപ സെ ഹി ഹം പതാ ചൽ ജാതാ ഹൈ കി വേ ക്യാ കഹ രഹേ. അപ്പോൾ ഇവിടെ ബോഡി ലാംഗ്വേജ് എന്താണ്? ഈ ശ്ലോകത്തിൽ ഉച്ചാരണങ്ങൾ എന്താണ്? ബോഡി ലാംഗ്വേജ് എന്താണ്? സൈലന്റ്. സൈലന്റ് ആയി നിൽക്കുന്നു. ഉച്ചാരണത്തിൽ എന്താണ് പറയുന്നത്? ഐ ഷൽ നോട്ട് ഫൈറ്റ്, ഗോവിന്ദ എന്ന് പറയുന്നു. അപ്പോൾ നോൺ വെർബൽ എന്ന് പറയുന്നത്, അതായത് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നില്ല, പക്ഷെ കൃഷ്ണ നീയാണ് എൻ്റെ ഇന്ദ്രിയങ്ങളിന് എന്ത് കൊടുക്കേണ്ടത്? സുഖം കൊടുക്കേണ്ടത്. ഇനി ഞാനൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞാണ് അർജുനൻ താഴെ ഇരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രൻ എന്താണ്? What is Dhritarashtra feeling when he hears this? He is super happy. Why is Dhritarashtra happy? Arjuna is not fighting. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ലാഭം? What is the benefit for Dhritarashtra? ഒന്ന് മനോഭാവം ഒന്ന് നോക്കിയേ. നിങ്ങളെല്ലാം ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ധൃതരാഷ്ട്രന്റെ മനോഭാവം എന്താണ്? എന്തുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യുന്നില്ല? അപ്പൊ അതുകൊണ്ട് എന്ത്? ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിന് എന്താണ് പറയേണ്ടത്? ഉറക്കെ പറയൂ. നമ്മുടെ അകത്തുള്ള സ്വഭാവം തന്നെയാണ്, പുറത്ത് പറഞ്ഞാൽ മതി. എന്താണ്? അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെയാണ് നമ്മൾ ഇതിന് ഡെഫിനേഷൻ കൊടുക്കേണ്ടത്? എന്താണ് അസൂയ? നിങ്ങൾ കണ്ടാ തോന്നും നമുക്കൊന്നും ഇല്ല. പ്രഭു അതെന്താണ് ആ വാക്ക്? നമുക്ക് അറിയാൻ പോലും പറ്റില്ലല്ലോ. ഇതിനെ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ആരെങ്കിലും അവരുടെ അനുഭവം പറയൂ. എന്താണ് അസൂയ? എന്താണ്? ഒന്ന് ഓർക്ക പറയൂ. എനിക്ക് കിട്ടാത്തത് അവന് കിട്ടിയല്ലോ. ഈ അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ഒരു ബാഡ് ക്യാരക്ടറാണ്. അസൂയ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റവന്മാരുടെ ദുഃഖത്തിൽ നമുക്ക് എന്ത് തോന്നുന്നു? സുഖം തോന്നുന്നു. അവർ ദുഃഖിച്ചാൽ നമ്മൾ സന്തോഷിക്കുന്നു. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. പരദുഃഖ സുഖി. പരദുഃഖ, അവർക്ക് ദുഃഖവും നമുക്ക് സുഖവും. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? പരസുഖ. മറ്റൊരു വ്യക്തി ദുഃഖിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കും ദുഃഖം തോന്നണം. അതാണ് നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രൻ ആര് ദുഃഖിക്കുമ്പോഴാണ് സുഖിക്കുന്നത്? അർജുനൻ ദുഃഖിച്ച് പറയുന്നു, ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന്. അപ്പോൾ ധൃതരാഷ്ട്രൻ എന്ത് ചെയ്യുന്നു? വളരെ ഹാപ്പിയാണ്. സഞ്ജയൻ ഹാപ്പിയാണോ?
അതെങ്ങനെ അറിയാം? അതെങ്ങനെ പറഞ്ഞു സഞ്ജയൻ ഹാപ്പി അല്ല എന്ന്? അവിടെ ഒരു ശബ്ദം, അവിടെ ഒരു വാക്ക് അർജുനന് വേണ്ടി ഉപയോഗിച്ചു. എന്താണ് ആ വാക്ക്? പരന്തപ. സഞ്ജയൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സീനൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏവമുക്ത്വാ ഋഷികേശം സഞ്ജയ said having spoken this. അർജുനൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ധൃതരാഷ്ട്രൻ ഉദിച്ചു നിൽക്കുകയാണ്. എന്ത് പറഞ്ഞു? ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല. ഗുഡാകേശ പരന്തപ. അതെ, യുദ്ധം ചെയ്യില്ല. പക്ഷെ ആരാണ് പറഞ്ഞത്? അർജുനൻ അല്ല പറഞ്ഞത്. എന്ത് പറഞ്ഞു? പരന്തപ. യുദ്ധത്തിൽ എന്നും ജയിക്കുന്നത്, ചാസ്റ്റൈസർ ഓഫ് എനിമീസ്. ഒരു സൈഡിൽ പറയുന്നു യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ആര്? യുദ്ധത്തിൽ എന്നും ജയിക്കുന്നവൻ. യുദ്ധത്തിൽ ജയിക്കുന്നവൻ, എന്നും ജയിക്കുന്നവൻ. അദ്ദേഹത്തിന്റെ എനിമി, ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അതിന്റെ മുകളിൽ നിന്നും ജയിക്കുന്നവൻ എന്നും അദ്ദേഹം പറഞ്ഞു, ഗോവിന്ദ ഞാൻ ഇന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ പരന്തപ എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രന് കിട്ടിയുള്ള സന്തോഷമെല്ലാം പൊട്ടിപ്പോയി. ധൃതരാഷ്ട്രൻ വിചാരിച്ചു, ഞാൻ ഒരു സെക്കൻഡാണ് ഞാൻ സന്തോഷിച്ചത്. അതിനു മുമ്പ് തന്നെ സഞ്ജയൻ എന്ത് പറഞ്ഞു? പരന്തപ, അർജുനൻ ജയിക്കും. ഏത് ശത്രുക്കളിനെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ സഞ്ജയൻ പറയുന്നത് 2 ശത്രുക്കളിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് കൗരവന്മാർ, മറ്റ് അദ്ദേഹത്തിന്റെ അകത്തിരിക്കുന്ന ഡൗട്ട്, ഞാൻ യുദ്ധം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അകത്ത് തന്നെ കുറെ ശത്രുക്കന്മാരുണ്ട്. ആരൊക്കെയാണത്? 6 ശത്രുക്കളുണ്ട് നമ്മുടെ അകത്ത്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സരം. ഇവരെ ശത്രുക്കൾ എന്താണ് പറയുന്നത്? നല്ല ആൾക്കാരല്ലേ ഇവരൊക്കെ? എന്തുകൊണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നു? എല്ലാരും കള്ളന്മാരാണ്. ഇവരെന്തിനാ കള്ളന്മാരെന്ന് പറയുന്നത്? Why are we calling them as robbers or burglars? മോഷ്ടാവ്. എന്തെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ അവരെ കള്ളൻ എന്ന് വിളിക്കും. കറക്റ്റ് ആണോ തെറ്റാണോ? അപ്പൊ ഇവരെന്താണ് മോഷ്ടിക്കുന്നത്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് മോഷ്ടിക്കുന്നത്? നല്ല ചിന്തനങ്ങൾ. വേറെന്താണ് മോഷ്ടിക്കുന്നത്? വെറും ഇത് മാത്രമാണോ? നല്ല ചിന്തനങ്ങൾ മാത്രമാണോ മോഷ്ടിക്കുന്നത്? സദ്ബുദ്ധി ഇല്ലെങ്കിൽ ഇന്റലിജൻസ്. ശരിയായ മാർഗത്തിൽ നടക്കാനുള്ളതും ആധ്യാത്മിക മാർഗത്തിൽ നടക്കുന്ന ആ ബുദ്ധി തന്നെ അവര് ഡൈവേർട്ട് ചെയ്യുന്നു, അല്ലെ? ആ ദേഷ്യം കയറുമ്പോഴും, ആ കാമവാസനകൾ ഉള്ളപ്പോഴും, ക്രോധമുള്ളപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളാണോ? അത് നല്ലതായിട്ടൊരു വീഡിയോ റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കണ്ടാൽ നമ്മൾ പറയും, എന്താണ് നമ്മൾ ഈ തോന്നിവാസം കാണിച്ചത്? ഈ 6 കള്ളന്മാരും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരുന്ന് എന്താണ് മോഷ്ടിക്കുന്നത്? നമ്മുടെ സദ്ബുദ്ധിയാണ് മോഷ്ടിക്കുന്നത്. They steal our very thought. When we are young, we feel whatever we decide is correct. പക്ഷെ അതൊരു 20, 25, 30 വയസ്സാകുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് വിഡ്ഢിത്തനാണ് നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ചെയ്തത് തെറ്റായിരുന്നു. ആ സമയത്ത് എന്താ തോന്നാത്തത്? അറ്റ് ദാറ്റ് ടൈം വി ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞു, എന്നാലും കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ കള്ളന്മാർ നമ്മുടെ സദ്ബുദ്ധിനെ മോഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സദ്ബുദ്ധി എന്ന് പറയുന്നത്, ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ആ ആധ്യാത്മികത്തിലോട്ട് നടക്കുന്ന ആ ബുദ്ധി എന്ന് പറയുന്നത്, ആ സമയത്ത് അർജുനൻ ആലോചിക്കുന്നില്ല ആധ്യാത്മികമായിട്ട് എന്താണ് കറക്റ്റും ഭൗതികമായിട്ട് എന്താണ് കറക്റ്റ് എന്ന് ആലോചിക്കുന്നില്ല. അപ്പോൾ സഞ്ജയൻ പറയുന്നു, പരന്തപ. അദ്ദേഹം എന്താണ് എല്ലാ ശത്രുക്കന്മാരുടെ മുകളിലും വിജയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയും അദ്ദേഹം വിജയം പ്രാപിക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രന്റെ ഹൃദയം കതറിപ്പോയി. എന്തുകൊണ്ട്? അദ്ദേഹം വിചാരിച്ചു, ഇനി ഇവൻ യുദ്ധം ചെയ്യില്ല. അപ്പോൾ അത് കൂടെ തന്നെ കൃഷ്ണൻ എന്ത് പറയുന്നു? കൃഷ്ണന്റെ എന്താണ് വാക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ? ഗോവിന്ദ അർജുനൻ പറഞ്ഞു. സഞ്ജയൻ പറയുന്ന വാക്ക് എന്താണ്? ഋഷികേശ. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ദ്രിയന്റെ നാഥൻ. ഇന്ദ്രിയങ്ങളുടെ നാഥൻ ആരാണ്? കൃഷ്ണൻ. അപ്പോൾ 2 പ്രാവശ്യം ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ഇന്ദ്രിയങ്ങളായിട്ടുള്ള നാഥനായിട്ട് നിൽക്കുന്ന കൃഷ്ണനും ഗോവിന്ദ ഇന്ദ്രിയങ്ങളിന് സുഖം കൊടുക്കുന്നതും. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ 8ാമത്തെ ശ്ലോകത്തിൽ? ഇന്ദ്രിയങ്ങളെല്ലാം ഡ്രൈ ചെയ്ത് നിൽക്കുമ്പോൾ ആരെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? ഭഗവാനെയാണ് പ്രാപിക്കേണ്ടത്. വെൻ അവർ സെൻസസ് ആർ ഡ്രൈഡ്. ഇതൊരു വലിയ മാതൃക ശ്ലോകം തന്നെയാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇത് കാണുന്നത് എന്തായിരിക്കും? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന കാമ, ക്രോധ, ലോഭമോഹ, മതമാത്സര്യം തെറ്റായിട്ടുള്ള വഴികളായിരിക്കും നമ്മൾക്ക് കാണിക്കുന്നത്. ഇങ്ങനത്തെ വിചാരങ്ങൾ വരുമ്പോൾ, നമ്മൾ തെറ്റായിട്ട് വഴിയിൽ പോകുമ്പോൾ ഈ ശ്ലോകമാണ് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത്. ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? കൃഷ്ണനെയാണ്. ബിക്കോസ് ഹൂ ക്യാൻ ഗിവ് us pleasure to the senses? ഋഷികേശ ആൻഡ് ഗോവിന്ദ. only Krishna can give pleasure. ഭൗതിക സുഖങ്ങൾ നമ്മൾ കിട്ടുന്നത്, നിങ്ങൾ ശരിക്കും ബുദ്ധിയോടെ ആലോചിച്ച് നോക്കണം.
ഇപ്പോൾ കിട്ടുന്നത് വളരെ സന്തോഷമായിരിക്കും, പക്ഷെ കുറച്ച് കാലാവസ്ഥ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് എന്ത് കൊടുക്കുന്നത്? ദുഃഖം കൊടുക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പങ്കജാംഗിരി പ്രഭു, ഹു ഈസ് പ്രഭുപാദ് ഡിസൈപ്പിൾ, മായാപൂരിൽ അദ്ദേഹം വൃന്ദാവൻ 84 കോച്ച് ബ്രജ് യാത്രയിൽ അദ്ദേഹത്തിന്റെ സർവന്റായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഓരോരോ സ്ഥലത്തും വലിയൊരു ഫീസ്റ്റാണ്. ഓരോരോ സ്ഥലത്തും വൃന്ദാവനത്തിന്റെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഭക്തന്മാര് വളരെ സന്തോഷപ്പെട്ട് അവിടത്തുള്ള ഭക്തന്മാര് വലിയൊരു ഫീസ്റ്റാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ മഥുരയിൽ നിന്നും രാധാകുണ്ടിലോട്ട് നടക്കുകയാണ്. ഒരു 16-18 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു 5-6 മണിക്കൂർ എടുത്ത് നടക്കുകയാണ്. 16-18 കിലോമീറ്റർ, നല്ല നട്ടുച്ചയ്ക്ക്. അപ്പോൾ ആ സമയത്ത് വഴിയിൽ വരുന്ന ആൾക്കാരെല്ലാവരും പ്രസാദം കൊടുക്കുകയാണ്. ഇത്രയും പേര് നടക്കുകയാണ്, എല്ലാവർക്കും നമ്മൾ സേവനം ചെയ്യണം. അപ്പൊ പങ്കജാംഗിരി പ്രഭു ഹീസ് എ മെയിൻ ടെമ്പിൾ പൂജാരി ഓഫ് മായാപൂർ നർസിംഗ് ദേവ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അദ്ദേഹത്തിന് സേവനം ചെയ്യണം. അപ്പോൾ കുറേ ഫീസ്റ്റിന്റെ ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. ആദ്യം വരുമ്പോൾ അദ്ദേഹം ഇത്തിരി കഴിച്ചു, പിന്നെയും ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് പിന്നെയും ഒരു ഫീസ്റ്റ്, അദ്ദേഹം അതിൽ നിന്ന് 2-3 സാധനങ്ങൾ എടുത്തു. 3ാമത്തെ ഫീസ്റ്റ് വരുമ്പോൾ ആൾക്കാരിങ്ങനെ ഭക്തന്മാർ ആലോചിക്കുകയാണ് എന്താണ് കൊടുക്കേണ്ടത് പ്രഭുവിന്. അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചു, പ്രഭു വാട്ട് വിൽ യു ഹാവ്? അത് ഇന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ, കീപ് എ നൈസ് ബാത്റൂം റെഡി. എനിക്ക് ഫീസ്റ്റ് വേണ്ട, നല്ലൊരു ബാത്റൂം. അവർ ഞെട്ടിപ്പോയി, പ്രഭു ദാറ്റ് ഈസ് ഓൺലി ഐ വാണ്ട്. ഞാൻ പിന്നെ പ്രഭുവിന്റെ അടുത്ത് ചോദിച്ചു, കാത്യായനി ടെമ്പിളിൽ എത്തുമ്പോഴത്തേക്കും പ്രഭു എന്റെ മടിയിൽ കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രഭു what does Prabhupada say about eating feast? അപ്പോൾ പ്രഭു പറഞ്ഞു, Prabhupada was 79 years old, 75-79 years old. He said after every feast the only happiness of an old man is to pass stool. ഇത് സത്യമാണ്. As you grow older, maybe the children won't realize, but as you grow older you will know what is a good feast, and your bowels are clear after the feast, so that then only you can take next feast, otherwise no problem. So happiness എന്ന് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്, ഭൗതിക സുഖങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് ഒരു കാലാവസ്ഥ, ഒരു സമയം മാറിക്കഴിഞ്ഞാൽ ആഫ്റ്റർ എ സർട്ടൻ ടൈം ദിസ് സെയിം ഹാപ്പിനെസ് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് ട്രബിൾ. ഇമാജിൻ യു ഹാഡ് ഫുൾ ഫീസ്റ്റ് ആൻഡ് യു കുഡന്റ് ക്ലിയർ യുവർ ബവൽസ്. ഹൗ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇസ് ദാറ്റ്? It's impossible. The same feast, when you ate, you said, Prabhu, very nice. This is very nice. After 6 hours, Prabhu, why did you feed me? It's very difficult. So, every material, ഈ ഭൗതിക സുഖം എന്ന് പറയുന്നത് ചില കാലാവസ്ഥയിൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് തോന്നും? ദുഃഖമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് പോവുകയാണെങ്കിൽ നമ്മൾ ആരുടെ അടുത്താണ് അത് മാറ്റേണ്ടത്? ഋഷികേശ ഗോവിന്ദ്. Why Krishna's activities are not like this? Because he is ever happy. Krishna is always happy. There is no sense of distress. കൃഷ്ണൻ തൊട്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും, കൃഷ്ണബോധത്തിൽ ഓരോരോ കാര്യങ്ങളും, ഇറ്റ് ഈസ് ഓൾവേസ് കീപ്പിംഗ് യു ഹാപ്പി. ദർ ഇസ് നോ ഡിസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാർഗം നയിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ, ഹൗ ഷുഡ് ഇറ്റ് ബി? It should be involving Krishna. So Krishna is called as Hrishikesha and Krishna is also called as Govinda. Arjuna is called as Parantapa. One more word Arjuna is used. What is that? Gudakesha. Gudakesha എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കത്തിനെ ജയിച്ചവൻ. നമ്മൾ കൃഷ്ണന്റെ അംശമാണെന്ന് നമ്മൾ മറക്കുന്ന സമയത്തിൽ അർജുനൻ അങ്ങനെയാണോ? അർജുനൻ അങ്ങനെയല്ല. അർജുനൻ എന്താണ് പറയുന്നത്? ഗുഡാകേശ. അങ്ങനത്തെ ഉള്ള സ്വപ്നങ്ങളിൽ നിന്നും വിജയം പ്രാപിച്ച ഒരാളാണ് അർജുനൻ. സോ ഹി ഓൾവേസ് നോസ് ഹിസ് പൊസിഷൻ. അങ്ങനെ അറിയുന്ന ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. സോ ഹി ഈസ് നോട്ട് എ കോമൺ മാൻ ലൈക്ക് യു ആൻഡ് us who has lost this battle. So Sanjaya saying he is a very intelligent person, he has won over ignorance, he can win over enemies, and he has asked help from that person who can give pleasure to the senses. So such a person Arjuna is. അപ്പോൾ ഈ 4 ക്വാളിറ്റി കേട്ടപ്പോൾ ധൃതരാഷ്ട്രന് തോന്നി, ഞാൻ സന്തോഷിക്കാമല്ലോ. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്? ഹൃദയമാണ് പൊട്ടിയത്. ആരെയാണ് ശരണം പ്രാപിക്കുന്നത്? കൃഷ്ണനെയാണ്. സോ വി ഓൾസോ അണ്ടർസ്റ്റാൻഡ്, when we are in ignorance, when we want to win over our enemies, lust, greed, anger, and when we are completely not happy, whom should we approach? Krishna. Our happiness is in our chanting bag. Just put your hand in your chanting bag and chant Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama. So Arjuna അദ്ദേഹത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞ് ഗോവിന്ദന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഏവ മുക്ത്വ ബഭൂവഃ. I am not going. Now Krishna is going to answer from 2.10.
one question of Arjuna. Every question of Arjuna he is going to give answer. Starting with the first question, Arjuna said, which we'll see from next week. First question was, killing all these people is sin. ഇവരെല്ലാരെയും കൊല്ലുന്നത് പാപമാണ്. ഇവരെല്ലാരെയും കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നരകമാണ് കിട്ടാൻ പോകുന്നത്, സ്വർഗമല്ല. കൊല്ലുന്നത് തെറ്റല്ലേ? This was the first question. Krishna will start answering it from 10th verse to 30th verse. 20 shlokas he is going to give answer for the first question. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കൃഷ്ണൻ കൊടുക്കാൻ പോകുന്നത് from verse number 10 to 20. So next 20 verses that we are going to see is going to be the answer for the first question. Isn't killing everybody a sin? ഇവരെല്ലാം കൊല്ലുന്നത് പാപമല്ലേ എന്ന് പറഞ്ഞ അർജുനന് ഉത്തരമാണ് കൃഷ്ണൻ കൊടുക്കാൻ പോകുന്നത് അടുത്ത 20 ശ്ലോകങ്ങൾ. അത് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇന്ന് ഒരു ക്ലൈമാക്സിലാണ് നമ്മൾ നിർത്തുന്നത്. പക്ഷെ ക്ലൈമാക്സിലും സഞ്ജയൻ കൊടുത്തത് ഒരു ഉത്തരമാണ്. കൃഷ്ണൻ ഋഷികേശനാണ്, കൃഷ്ണൻ ഗോവിന്ദനാണ്. അതേപോലെ ഗുഡാകേശനായിട്ട് നിൽക്കുന്ന അർജുനനും പരന്തപ ആയിട്ട് നിൽക്കുന്ന അർജുനനും ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ പേരുകളാണ്. അതുകൊണ്ട് വിജയം പ്രാപിക്കുന്നത് ഉറപ്പാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സഞ്ജയൻ കൊടുത്തിരിക്കുന്നത്. ധൃതരാഷ്ട്രൻ അത് കേട്ട് ആസ്വദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ ദുഃഖിച്ചു. കേൾക്കുമ്പോൾ പാണ്ഡവന്മാർ ഇനിയും വിജയത്തിലോട്ടാണ് മുന്നേറുന്നത് എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രൻ ദുഃഖിക്കുന്നു. അതേസമയം കൃഷ്ണൻ പുഞ്ചിരിക്കുന്നു. കൃഷ്ണൻ പറയുന്നത് എന്താണ് എന്ന് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഭഗവത്ഗീത കി ജയ്.